ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ ഈഫൽ ടവർ ആക്രി വിലയ്ക്ക് വിറ്റ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഒരു തവണയല്ല, 2 തവണ. ചരിത്രം കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായ തട്ടിപ്പുകാരൻ വിക്ടർ ലുസ്റ്റീഗ്. സംഭവം നടക്കുന്നത് 1925-ലാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പാരീസ് നഗരം ഒന്ന് കിതച്ചു നിൽക്കുന്ന സമയം പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഈഫൽ ടവറിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ചിലവേറുന്നു, ഇത് സർക്കാരിന് വലിയ ബാധ്യതയാണ്. സാധാരണക്കാർ ഇത് വായിച്ചു മറന്നു. പക്ഷെ ലുസ്റ്റീഗ് ചിന്തിച്ചത് മറ്റൊന്നാണ്. അവൻ വ്യാജരേഖകൾ ഉണ്ടാക്കി. താൻ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പാരീസിലെ വലിയ ആക്രി കച്ചവടക്കാരെ ഒരു രഹസ്യ മീറ്റിംഗിന് വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, സർക്കാർ ഈഫൽ ടവർ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ഏകദേശം 7000 ടൺ ഇരുമ്പ് ആക്രി വിലയ്ക്ക് വവിൽക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ എതിർക്കും, അതുകൊണ്ട് ഇത് അതീവ രഹസ്യമാണ്. ആന്ദ്രേ പോയ്സൺ എന്നൊരു ബിസിനസ്സുകാരൻ ഈ വലയിൽ വീണു. അയാൾ ടവർ വാങ്ങാനുള്ള പണവും ലുസ്റ്റീഗിന് കൈക്കൂലിയും നൽകി. പെട്ടി നിറയെ പണവുമായി ലുസ്റ്റീഗ് അന്ന് തന്നെ ഓസ്ട്രിയയിലേക്ക് മുങ്ങി. ഇനി ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. പണം പോയ കാര്യം പുറത്തറിഞ്ഞാൽ താൻ വിഡ്ഢിയാകുമെന്ന് ഭയന്ന് ആ ബിസിനസ്സുകാരൻ പോലീസിൽ പരാതിപ്പെട്ടില്ല. ഇതറിഞ്ഞ് ലുസ്റ്റീഗ് എന്തു ചെയ്തുവെന്നോ? കൃത്യം 1 മാസത്തിന് ശേഷം അവൻ വീണ്ടും പാരീസിലെത്തി, മറ്റൊരു ബിസിനസ്സുകാരനെ ഈഫൽ ടവർ വീണ്ടും വിൽക്കാൻ. പക്ഷെ ഇത്തവണ പോലീസ് മണത്തറിഞ്ഞു. അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അമേരിക്കയിലെ ജയിലിൽ കിടന്ന് മരിക്കുന്നത് വരെ ഈഫൽ ടവർ വിറ്റ കഥ പറഞ്ഞ് ലുസ്റ്റീഗ് സഹതടവുകാരെ ചിരിപ്പിക്കുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സെയിൽസ്മാൻ ഇയാൾ തന്നെയല്ലേ? നിങ്ങൾക്കും ഇപ്പോലെ കച്ചവടം നടത്തുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.